ഹായ് everyone. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 17-ാം അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 17. അവിടെ ദൈവം ഇസ്രായേൽ മക്കളെ വെള്ളം കൊടുത്ത് അവരെ പോഷിപ്പിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അവരെ അമാലേക്കരുടെ യുദ്ധത്തിൽ ദൈവം അവരെ സഹായിക്കുന്നതായിട്ടും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ വെള്ളം കിട്ടാതായപ്പോൾ അവർ മോശയോട് കുറ്റം പറയും. മോശയോട് കല്ലെറിയാൻ പോലും അവർക്ക് അവരുടെ മനസ്സ് അത്രമാത്രം കഠിനമായതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ഇത്രയും സമയം ദൈവം അവരെ നടത്തിയിട്ടും അവർ ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടിട്ടും അവരെ ആ വെള്ളം സ്പ്ലിറ്റാക്കി ചെങ്കടലിലൂടെയൊക്കെ നടത്തിയപ്പോഴും അതുപോലെ തന്നെ അവർക്ക് ആഹാരം ഇല്ലാതെ മന്ന കൊടുത്ത് പോഷിപ്പിച്ചപ്പോഴും അങ്ങനെ ദൈവം അവരെ പല രീതിയിൽ അവരെ കരുതിയിട്ട് ഈ ഒരു അവസ്ഥ എത്തുമ്പോഴും പിന്നെ അവർ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവർ പിന്നെ മറുതലിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അവർ മോശയെ പോലും കല്ലെറിയുവാനായിട്ട് അവർ തയ്യാറെടുത്തു എന്ന് മോശയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് വെള്ളമില്ലാതായപ്പോൾ അത് ദാഹിച്ചപ്പോൾ അവർ പറയുകയാണ്, എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, ഞങ്ങൾ വെള്ളം കിട്ടാതെ ഞങ്ങളെ മരിക്കുവാനായിട്ടാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് മോശയോട് അവർ പറഞ്ഞവർ ദേഷ്യപ്പെടുന്നതെന്ന് കാണുന്നത്. മോശ ദൈവത്തോട് പറയുമ്പോൾ മോശയോട് പറയുന്നുണ്ട്, ഇവരെന്നെ കല്ലെറിയാനായിട്ട് തുനിയുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു രീതിയിലേക്ക് അവരുടെ ആ ഒരു മനസ്സിൻ്റെ കാഠിന്യത മാറി എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ദൈവം അവരോട് കരുണ കാണിക്കുന്നു. ദൈവം പാറയെ അടിച്ച് വെള്ളം വരുത്തി അവർക്ക് വെള്ളം കൊടുക്കാൻ തക്കവണ്ണം ദൈവം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മോശ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കരുത്. ദൈവമാണ് നമ്മൾ ഇത്രത്തോളം നമ്മളെ നടത്തിയത്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ദൈവം നമ്മളോട് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ടോ അങ്ങനെ ദൈവത്തിന് ക്ഷമയെ പരീക്ഷിക്കാനായിട്ടോ ഉള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പിന്നീട് ഇസ്രായേൽ മക്കളും അമാലേക്കരുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ നമ്മൾ അത് കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശയുടെ കൈ ഉയർന്നിരിക്കുന്ന സമയം ഇസ്രായേൽ മക്കൾ ജയിക്കുകയും മോശയുടെ കൈ താഴുമ്പോഴേക്കും അമാലേക്കർ ജയിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ പോലും ഇസ്രായേൽ മക്കൾ ജയിക്കുവാനായിട്ട് ഒടുവിൽ മോശയുടെ രണ്ട് കൈകളും, ഒരു കൈ ആരോണും മറ്റേ കൈ ഹൂറും പൊക്കി വെച്ച് പിടിക്കുകയാണ് ചെയ്തത്. മോശയുടെ കൈ കളിച്ചു കഴിഞ്ഞപ്പോൾ കാരണം മണിക്കൂറുകളായിട്ട് കുറേ നേരമായിട്ടുള്ള ആ ഒരു യുദ്ധമാണ്. അപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പോൾ കൈ പൊക്കി വെക്കാൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മോശയും പ്രായമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമാണ് പ്രവർത്തിച്ച് അവർക്ക് അവിടെ ഒരു വിക്ടറി കൊടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. ദൈവമായിരുന്നു അവർക്ക് വേണ്ടി ആ യുദ്ധത്തിൽ ഫൈറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ദൈവത്തെ ക്ഷമയെ പരീക്ഷിക്കരുത്. ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കും, പക്ഷേ എന്നാൽ പോലും നമ്മൾ ദൈവത്തിൻ്റെ ക്ഷമയെ നമ്മൾ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കരുത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമയെ നമ്മൾ അതിനെ നമ്മൾ പരീക്ഷിക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ബാറ്റിലൊക്കെ ദൈവമാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒറ്റയ്ക്ക് നമ്മൾ ബാറ്റിൽ ഫൈറ്റ് ചെയ്യിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ കാരണം ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മോട് കൂടെ ഉണ്ട്. ദൈവമാണ് നമുക്ക് വേണ്ടി നമ്മൾ ബാറ്റിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കി ജീവിക്കും, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനായിട്ട് ഈ ചിന്തകൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ